പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളെയും ഈ മക്കൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രത്യേകം ആ വിധത്തില് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വലിയ ഇടപെടലും സ്വർഗത്തിന്റെ ശക്തമായ സംരക്ഷണവും സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച് യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അധികാരത്തിലും ശക്തിയിലും എല്ലാ തടസ്സങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പിശാചിക പീഡകൾ, രോഗശക്തികൾ, ആധിപത്യങ്ങൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ. ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തിൽ ഉന്നതമായ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു നിയോഗം, നമ്മുടെ മക്കൾ നേരിടുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപ്പന്റെയും അമ്മയുടെയും ഒരു അഭിഷിക്തന്റെയും അധികാരത്തില് നമ്മൾ ഇന്ന് ദൈവസന്നിധിയില് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ മക്കള് ജോലി മേഖലയില് തടസ്സം, പഠന മേഖലയില് തടസ്സം, അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന്റെ സാമ്പത്തിക മേഖലകളില് ഒത്തിരി തടസ്സം, വിവാഹ ജീവിതത്തിന് തടസ്സം, മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങള്, വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ PR കിട്ടാൻ, ജോലി കിട്ടാനൊക്കെ ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്ന മക്കള് കഷ്ടപ്പെടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു കാരണമില്ലാത്ത രീതിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കൾ, നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന അനേക മക്കള് പഠിക്കാഞ്ഞിട്ടല്ല അച്ഛാ, കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ടും പല തടസ്സങ്ങള്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മേഖലയാണോ, ചിലപ്പോ പാപത്തിന്റെയോ കുടുംബത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ നമ്മുടെ മക്കൾക്കെതിരെ നിൽക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനകള്, ആഭിചാരങ്ങള്, അല്ലെങ്കിൽ നാശം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികള്, അതുമായിട്ട് ബന്ധപ്പെട്ട കെട്ടുകള്, ബന്ധനങ്ങള്, തടസ്സങ്ങള്, അതെല്ലാം വിട്ടുമാറി പോകാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കുർബാനയില്, അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില്, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, യോസേപ്പിതാവ് പിശാചികളുടെ പേടി സ്വപ്നം ഉണ്ണീശോയെ കാത്തുപരിപാലിച്ച് എല്ലാ തടസ്സങ്ങളിൽ നിന്നും മോചിപ്പിച്ച യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ മധ്യസ്ഥത്തില് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ മക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് യെശയ്യാ പ്രവാചന പുസ്തകത്തിലും വെളിപാട് 3:7 പറഞ്ഞുണ്ടല്ലോ, സത്യവാനും പരിശുദ്ധനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനുമായ സർവാധിപനും സർവശക്തനുമായ കർത്താവിന് മുമ്പില് നമുക്കിന്ന് തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് നിരന്തരം ഈ മേഖലയ്ക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ആ മർക്കോസിന്റെ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് ഒരപ്പൻ മോനെ കൊണ്ട് വരുന്നുണ്ട്. അപസ്മാരം ബാധിച്ച ആ ബാലൻ, മൂക്കനും ബധിരനുമായ ആത്മാവ് ആവസിക്കുന്നവൻ, അവൻ തടസ്സപ്പെട്ട് കിടക്കുക പല മേഖലകളിലും. അപ്പന്റെ പ്രാർത്ഥന കേട്ട് ഈശോ അവന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് തടസ്സത്തെ മാറ്റി ആ മകനെ സുഖപ്പെടുത്തുന്നു.
ഇതുപോലെ നമ്മുടെ മക്കള് എവിടെയൊക്കെയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത്, ചിലപ്പോ നമുക്ക് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ഒന്നും പിടിയിട്ടില്ല. എന്തുകൊണ്ടാ അച്ഛൻ എല്ലാം ചെയ്യണ്ട്? ഒന്നിനും സംഭവിക്കാൻ പാടില്ലാത്ത, കിട്ടാൻ പാടില്ലാത്ത, ജയിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റാത്ത ഒരു കാര്യമില്ല, പക്ഷെ തടസ്സമാണ്. എന്നാൽ അതുപോലുള്ള പല മക്കളും ജയിച്ചു, പോയി, തടസ്സം മാറി, കല്യാണം നടന്നു, വിദേശത്ത് പോയി, പല കാര്യങ്ങളും. അതുകൊണ്ട് നമ്മുടെ മക്കള് ഈ സമയത്ത് ഞാൻ പറയും, മക്കളെ, തടസ്സങ്ങൾ നേരിടുമ്പോ നമ്മൾ നമ്മുടെ കർത്താവിലേക്ക് കൂടുതൽ അടുത്ത് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, കർത്താവേ, അങ്ങ് ഞങ്ങൾക്കുള്ളൂ, അങ്ങേ ഞങ്ങൾക്കുള്ളൂ, അങ്ങ് ഞങ്ങൾ സഹായിക്കണം, ഇടപെടണം, അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയില് അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒന്നു ചേർന്ന് കണ്ണുനീരോടെ, വലിയ വേദനയോടെ തടസ്സങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയെ, ഇടപെടണം. ഇത്തിരി വേദനിക്കുന്ന മക്കള്, ചിലപ്പോഴെങ്കിലും നിരാശപ്പെട്ടു പോയ മക്കള്, വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയ മക്കള്, ചിലപ്പോഴെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടു പോയ മക്കള്, ചിലപ്പോഴെങ്കിലും ഡ്രഗിന് അഡിക്റ്റഡ് ആയി പോയ മക്കള്, ചിലപ്പോഴെങ്കിലും കൂട്ടുകെട്ട് കൂടിപ്പോയ മക്കൾ ഈ അവസ്ഥയിൽ കിട്ടിയില്ല, അസന്നെ തടസ്സം. ഇവിടെ കർത്താവേ, നിങ്ങളുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ നേരിടുന്ന, അതിൽ വേദനിക്കുന്ന, തകർന്നു പോയ എല്ലാ മക്കളുടെയും ജീവിതത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ കരബലം പ്രകടമാക്കി എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈ മേഖലകളിലുള്ള എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമ്മൾ നേരിടുന്ന നമ്മുടെ പ്രശ്നമാണിത്, ഭയങ്കര ഈ തടസ്സത്തിന്റെ മേഖല, അതിനൊക്കെ വേണ്ടി ഇന്ന് ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയില് ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്നുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളെല്ലാവരും ആ ഒരു വലിയ കൂട്ടായ്മയില് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ മിഖായിലിനോട്, റഫായേൽ മാലാഖയോട്, തോബിയാസിന്റെ കൂടെ റഫായേൽ മാലാഖ പോയപ്പോ എല്ലാ തടസ്സങ്ങളും മാറ്റിയില്ലേ, അതുപോലെ മാലാഖമാരെ ഞങ്ങളുടെ മക്കളുടെ കൂടെ നിന്ന് തടസ്സങ്ങൾ മാറ്റണം. നമുക്ക് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മക്കളുടെ മേൽ ചൊരിയപ്പെടട്ടെ. അവർ നേരിടുന്ന പ്രശ്നങ്ങള്, മേഖലകള്, അവിടെയൊക്കെ തടസ്സങ്ങൾ മാറി പോകട്ടെ. കർത്താവിന്റെ ശക്തമായ അനുഗ്രഹത്താൽ നമ്മുടെ മക്കൾ വിജയിക്കട്ടെ, ജീവിതത്തിൽ മുന്നേറട്ടെ, എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കപ്പെടട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ബന്ധനങ്ങളും അതിനാൽ തന്നെ തകർന്നു പോകട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക സന്നിധിയില് നമ്മുടെ മക്കളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഏറ്റവും എളിമയോടെ, കണ്ണുനീരോടെ, പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ദിവ്യ കാരുണ്യമായിട്ട് മാറിയത്. ഈ തിരുവോസ്തയില് അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത്, അങ്ങയുടെ ഈ വലിയ കരുണയെയോർത്ത് വലിയ സന്തോഷത്തോടെ അങ്ങേ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അങ്ങേക്ക് നയിക്കാനോ നിയന്ത്രിക്കാനോ ബന്ധിച്ച് ബഹിഷ്കരിക്കാനോ പറ്റാത്ത ഒന്നുമില്ല. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അങ്ങയുടെ മുമ്പിൽ മടങ്ങുന്നു. ആ തിരുസന്നിധിയിലാണല്ലോ കർത്താവെ ഞങ്ങളായിരിക്കുന്നത്. ഇന്ന് പ്രത്യേകമാവിധത്തില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈശോയെ, ഞങ്ങളുടെ മക്കൾ നേരിടുന്ന തടസ്സങ്ങള്, പഠന മേഖലയില്, ജോലി മേഖലയില്, അവരുടെ ആരോഗ്യ മേഖലകളില്, സാമ്പത്തിക മേഖലകളില്, വിവാഹ ജീവിതത്തില്, വിദേശത്തേക്കുള്ള അല്ലെങ്കിൽ പല പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി, പഠനം, PR, പരീക്ഷകള്, ഇതിലൊക്കെ നേരിടുന്ന എല്ലാ തടസ്സങ്ങളുടെ മേലും ഈശോയെ അങ്ങയുടെ ശക്തി പ്രകടമാക്കി അങ്ങ് ഇടപെട്ടുകൊണ്ട് കർത്താവേ തടസ്സങ്ങൾ മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയാൽ
അനുഗ്രഹിക്കപ്പെടാൻ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ശക്തിയാൽ തടസ്സങ്ങൾ നീക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ മക്കളെയും, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾ തടസ്സപ്പെടുത്തുന്ന മക്കള്, പ്രലോഭനങ്ങൾ തടസ്സപ്പെടുത്തുന്ന മക്കള്, കൂട്ടുകെട്ട് തടസ്സപ്പെടുത്തുന്ന മക്കള്, ഒത്തിരിയേറെ പാപകരമായ ആസക്തികള്, ദുശീലങ്ങള്, ദേഷ്യം, വെറുപ്പ്, ഇതൊക്കെ ജീവിതത്തെ തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ മേഖലകളോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ശാരീരികമായി, സാമ്പത്തികമായി, പഠന മേഖലകളില്, ജോലി മേഖലകളില് കർത്താവ് ഞങ്ങളുടെ മക്കൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും യെശയ്യാ 22:22 വെളിപാട് 3:7 വചനശക്തിയാൽ അടഞ്ഞു പോയ വാതിലുകളെ ഈശോയെ അങ്ങ് തുറക്കണമേ. നാശം കടന്നു വരുന്ന വാതിൽ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഈശോയെ ഇനി കടന്നു വരാത്ത വിധം കർത്താവേ ആ വാതിലുകളെ കൊട്ടി അടയ്ക്കണമേ. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം, വലിയ സമാധാനം, വലിയ വിജയം ജോലി മേഖലകളില്, സാമ്പത്തിക മേഖലകളില് ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇതിനോടകം വിശ്വാസം നഷ്ടപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നുപോയ ഈ കാരണത്താൽ അകന്നുപോയ തടസ്സങ്ങൾ നിരന്തരം നേരിട്ടതിന്റെ പേരില് വിശ്വാസം പോൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, ഇന്ന് തടസ്സപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് കർത്താവേ അത്ഭുതകരമായ കരം നീട്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തടസ്സങ്ങൾ മാറ്റി അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കളിൽ പ്രകടമാക്കണമേ. സോയെ ഞങ്ങളുടെ മക്കളത് കാണട്ടെ, തടസ്സം മാറുന്നത് കാണട്ടെ, ജോലിയിൽ അവർ വിജയിക്കുന്നത് കാണട്ടെ, പരീക്ഷയിൽ ജയിക്കുന്നത് കാണട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി അങ്ങയുടെ വലിയ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസ്ഥാനത്തിൽ നമ്മുടെ മക്കളെ ഈ മേഖലയില് എല്ലാ തടസ്സങ്ങളും മാറാൻ, വലിയ വിടുതൽ പ്രാപിക്കാൻ, വഴികൾ തുറക്കപ്പെടാൻ, കർത്താവേ നാശം കടന്നു വരുന്ന വാതിലുകൾ അടയ്ക്കപ്പെടാൻ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ ശക്തിയിൽ വിടുതലും കൃപയും സ്വാതന്ത്ര്യവും ജീവന്റെ സമൃദ്ധിയിൽ പ്രാപിച്ച് എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായും നമ്മുടെ മക്കൾ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ചും പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ ആശീർവദിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ശക്തി നമ്മുടെ മക്കളിലേക്ക് പുറപ്പെടാനും, തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ നീക്കപ്പെടാനും, കെട്ടുകൾ പൊട്ടിക്കപ്പെടാനും, ബന്ധനങ്ങൾ തകർക്കപ്പെടാനും, അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാനും വേണ്ടി കർത്താവിന്റെ ശക്തി നമ്മുടെ മക്കളിലേക്ക്, നമ്മിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പഠന മേഖലകൾ തടസ്സം മാറി പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതികൂലങ്ങളും ഈ മക്കളെ മാറിപ്പോകട്ടെ. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവിജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ തളർന്നിരിക്കുന്ന മക്കൾ ഉണർന്ന് ശക്തി പ്രാപിക്കട്ടെ. ഉന്നതമായ അഭിഷേകത്താൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ച് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, പഠനത്തിലേക്ക്, ജോലി മേഖലകളിലേക്ക്, പഠന മേഖലകളിലേക്ക്
എന്റെ കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ, ശക്തി പുറപ്പെടട്ടെ. റിലീസ് യുവർ പവർ ജീസസ്, റിലീസ് യുവർ പവർ ടു മൈ ചിൽഡ്രൻ, ടു അവർ ചിൽഡ്രൻ. ഞങ്ങളുടെ മക്കളിലേക്ക് ശക്തി പുറപ്പെടുവിക്കണമേ, ശക്തി എന്ന് പുറപ്പെടുവിക്കണമേ. റിലീസ് യുവർ പവർ ജീസസ്. ഞങ്ങളുടെ മക്കളിലേക്ക് ശക്തി പുറപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സാത്താന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ, എതിർ പ്രാർത്ഥനകൾ നിർവീര്യമായി പോകട്ടെ. എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ നാമത്തിൽ ദിവ്യകാല ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.